ഹായ് ഫ്രണ്ട്സ്, നത്തുൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചെറുപയർ പരിപ്പിൻ്റെ സാമ്പാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. തുമര നമ്മളിട്ട് വെക്കുമ്പം കിട്ടുന്നതിനെക്കാട്ടിലും വളരെ വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ചെറുപയറിട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ പരിപ്പേ നമ്മൾ ഉപയോഗിക്കും. അതാണ് ഈ പരിപ്പ് ഇട്ട് സാമ്പാർ വെച്ചാലുള്ള ഒരു പ്രത്യേകത. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കപ്പോളം ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് സവാള വേണ്ടവർക്ക് സവാള എടുക്കാം. 2 ക്യാരറ്റ്, 3 കിഴങ്ങ്, ചെറിയ കിഴങ്ങാണ്. വലിയ കിഴങ്ങാണെങ്കിൽ 1 മതി. 1 മുരിങ്ങയ്ക്ക, 2 തക്കാളി, 1 കത്രിക്ക, കുറച്ച് വെള്ളരിക്ക, കുറച്ച് കുമ്പളങ്ങ. ഇത് പച്ചമുളക് ഞാൻ 6 എടുത്തിട്ടുണ്ട്. കാരണം ഇതിനെനിക്ക് എൻ്റെ പച്ചമുളകിന് അധികം എരിവില്ല, അതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്. 4 വെണ്ടയ്ക്ക. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പിടാം. അതിനുശേഷം ഈ സാധനങ്ങൾ മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, പച്ചമുളക് ഞാൻ അറ്റം മാത്രം പുളർന്ന് വെച്ചിരിക്കുകയാണ്. മുറിച്ച് മാറ്റണ്ട, അറ്റം മാത്രം പുളർന്ന് വെച്ചിരുന്നാൽ മതി. പൊട്ടറ്റോ, വഴുതനങ്ങ, അതോടൊപ്പം ചെറിയ ഉള്ളി. ഇതിലേക്ക് ഞാൻ തക്കാളിയും വെണ്ടയ്ക്കയും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് ഇതിന് കടുക് താളിക്കുന്ന സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. അതിലേക്ക് ലേശം ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റവ് വെച്ച് ഒരു 3-4 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിനിപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അതവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പം നമുക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും കടുക് ഇറക്കുന്ന സമയത്താണ് മസാലയെല്ലാം റെഡിയാക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം അതിനകത്തിട്ട് മൂപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 കുരുമുളക്, 4-5 കുരുമുളക് ഞാനൊന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചിലുവ, ജീരകം, ഉണക്കമുളക്, കറിവേപ്പില, മല്ലിയില. അതോടൊപ്പം ഞാൻ കുറച്ച് മാത്രം പിഴുപുളി ഞാൻ ഇത് വെള്ളത്തിലിട്ട് അതിൻ്റെ നീരെടുത്ത് വയ്ക്കണം. അത് നമുക്ക് ആവശ്യമായിട്ട് വരും, വെള്ളം ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ചേർക്കാൻ വേണ്ടി വെച്ചേക്കണം. തക്കാളി ഇടുന്നതുകൊണ്ട് ഇത് നമുക്ക് തീരെ കുറച്ച് മതി. പിന്നെ ഞാൻ കായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മസാല ഏതൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ ഇത് വഴറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ അതിലൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. കടുക് പൊട്ടാനൊന്നും നോക്കി നിൽക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അത്രയും സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്.
അതോടൊപ്പം വെണ്ടയ്ക്കയും ഈ തക്കാളിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ വഴറ്റുന്നു. ഇതൊന്ന് മൂത്ത് വരട്ടെ, അതായത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടി ഇട്ട് വെക്കാം. സ്പൂണുള്ളും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കാം, ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. പിന്നെ 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം മസാല എല്ലാം മൂപ്പിക്കേണ്ടത്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി നമുക്ക് കുറച്ച് മതി. നന്നായിട്ടൊന്ന് വഴറ്റാം. മസാല എല്ലാം മൂത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മൾ പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ, ഞെരടി വെച്ചിരുന്ന പുളിവെള്ളം നമുക്ക് കുറച്ചൊഴിക്കാം. ബാക്കി കൂടി ഇതിനകത്തൊഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. കുറച്ചുപ്പ് നമ്മൾ കഷ്ണത്തിന് ഇട്ടിട്ടുണ്ട്, അപ്പം കുറച്ച് നമുക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ ബാക്കി നമുക്ക് ചേർക്കാം. ഞാനൊരു 1.5 സ്പൂണോളം ഉപ്പ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ മസാല എല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം. കടുക് ഇറക്കുമ്പോൾ ഞാൻ എൻ്റെ കായപ്പൊടി ഇടുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. കായം വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ അത് ഇപ്പോൾ ഇട്ടാലും മതി. മറ്റേതെല്ലാം നമുക്ക് പച്ചയായിട്ടുള്ള സാധനമല്ല നമ്മളെല്ലാം വറുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാം. ചെരിച്ച് വെച്ചേക്കുന്ന കഷ്ണത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇപ്പം നമ്മൾ വേഗം വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ കഷ്ണവും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കാണിത് സ്റ്റൗ കത്തിച്ച് ഇത് വീണ്ടും നമ്മൾ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം നിങ്ങൾ നോക്കിക്കോണം. ഇപ്പം എനിക്ക് കണക്കായിട്ടുള്ള ഉപ്പെല്ലാം ആയിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ
ചെറുപയർ പരിപ്പ് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തുമര വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ് ഈ ഒരു സാമ്പാർ. നല്ല മണവും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്യണം നിങ്ങളിത്. അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.